വിസ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു. എൻ്റെ UK വിസ റെഡി ആയിട്ടുണ്ട്, ഷെങ്കൻ വിസ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ പ്രാവശ്യത്തെ യാത്രാ മാഗസിൻ ആണ്. ഇതിൽ എൻ്റെ യാത്രയുടെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. പ്രസ് ചെയ്താൽ അടുത്ത നായ്ക്കളുണ്ടെങ്കിൽ അവർ മെല്ലെ ഓടി കഴിച്ചലാവും. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാർമസി എയർപോർട്ടിൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പം എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, അതൊന്നും ചോദിക്കാമല്ലോ. എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയൊരു ഫോറസ്റ്റാണ്. ശരിക്കും പറഞ്ഞ ഒരു കാട് പോലെ ആക്കി വെച്ചിട്ടുണ്ട്, കുറേ മരങ്ങളും. ഓക്കെ, ബൈ ബൈ, സീ യു. ഹാംബർഗിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ പോവാണ്, ഓസ്ട്രിയൻ എയർലൈൻസ്. എൻ്റെ ടിക്കറ്റ് ഇതാ. ഞാൻ ചോദിച്ചു, ടിക്കറ്റ് എടുക്കുന്നൊന്നും കണ്ടില്ല. ട്രെയിനിൽ കയറി ഇരിക്കുകയും ചെയ്തു. അപ്പം പറഞ്ഞു സാരി, 3 സാരി. ഇത് ഉടുക്കുമെന്നൊന്നും അറിയില്ല, വേണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. Very nice. This also. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുന്നുണ്ട് അതെന്താ ഒരു ഡിഫറെൻറ്റ് വീഡിയോ ആണല്ലോ എന്ന്. ഒന്നുമില്ല, ഞാൻ എൻ്റെ വിസ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞു. എൻ്റെ UK വിസ റെഡി ആയിട്ടുണ്ട്, ഷെങ്കൻ വിസ റെഡി ആയിട്ടുണ്ട്, എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. ജർമ്മനിക്കുള്ള ബാക്ക് ടു ഹാംബർഗിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സിറാജ് ക അംവാജ് ഗ്രൂപ്പിൻ്റെ സിറാജ് കാണ് എനിക്ക് ടിക്കറ്റ് ഓഫർ ചെയ്തത്. പുള്ളി എനിക്ക് കാലിക്കറ്റ് ടു ഹാംബർഗിലേക്കുള്ള ജർമ്മനിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു തന്നു. ഞാനിതാ ഇന്ന് രാത്രി, ഇന്ന് ഡേറ്റ് 23 ഇന്ന് രാത്രി ഞാൻ തിരിച്ച് ജർമ്മനിക്ക് പോവാണ്. അപ്പോൾ നാളെ പുലർച്ചെയാണ് എൻ്റെ ഫ്ലൈറ്റ്. പക്ഷേ രാത്രി 12 മണിയാകുമ്പോഴേക്ക് എയർപോർട്ടിലെത്തണം. അപ്പോൾ അതാ എൻ്റെ ഫ്രണ്ട്, അവിടെ ഞാൻ സൈക്കിൾ വെച്ച ആളുണ്ടല്ലോ, മലേഷ്യൻ കാര്യമായിട്ടുള്ള. അപ്പോൾ ആ ഫ്രണ്ടിന് കുറേ സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞു, അത് വാങ്ങിച്ചു. അവർക്ക് എന്തൊക്കെയോ നമ്മുടെ ബിരിയാണിയൊക്കെ സെർവ് ചെയ്യില്ലേ, ഹോട്ടലിൽ പോയിട്ടുണ്ടെങ്കിൽ ബിരിയാണിയൊക്കെ സെർവ് ചെയ്യുന്ന ഒരു ചെറിയൊരു പോട്ടില്ലേ, ഉള്ളിൽ പൊള്ളായിട്ടുള്ള ആളെ പറ്റിക്കുന്ന ഒരു പോട്ട്. ചില ഹോട്ടലിലൊക്കെ പോയാൽ അങ്ങനെ ഉണ്ടാവുക. പാത്രം വലിയ ബഡാ സൈസ് പാത്രമായിരിക്കും, പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു ലെയറും കൂടി ഉണ്ടാവും. ബിരിയാണിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പാത്രമുണ്ട്. അപ്പോൾ അത് അന്ന് ഞാൻ അവിടെ നിന്ന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ആ പാത്രം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ ഒരു പാത്രം വേണമെന്ന്. അങ്ങനെ ആ പാത്രം 4 വാങ്ങിച്ചു. ഇതാ കവറിലുണ്ട്. പിന്നെ ഞാൻ സൈക്കിളിന് ടയർ വാങ്ങിച്ചു, എക്സ്ട്രാ ടയർ വാങ്ങിച്ചു. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇന്ന് പർച്ചേസിങ് ആയിരുന്നു. എൻ്റെ ട്രാവൽ കാർഡ്, ഫോറക്സ് കാർഡ് റെഡിയാക്കാനുണ്ടായിരുന്നു. ട്രാവലിങ്ങിന് ഞാൻ ട്രാവൽ കാർഡാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊന്നും ഞാൻ കൊണ്ടെടുക്കാറില്ല, ട്രാവൽ കാർഡാണ്. പിന്നെ ഇത് ഈ പ്രാവശ്യത്തെ യാത്രാ മാഗസിൻ ആണ്. ഇതിൽ എൻ്റെ യാത്രയുടെ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വായിക്കുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എൻ്റെ യാത്രയിലെ അനുഭവങ്ങളും കാര്യങ്ങളും, ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഫീച്ചർ വന്നിട്ടുണ്ട്. അപ്പം മറക്കണ്ട, ഈ മാസത്തെ ഏപ്രിൽ മാസത്തെ യാത്രാ മാഗസിൻ മറക്കാതെ വാങ്ങിക്കുക. പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല, വീട്ടിലെ ഫുഡ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് ഇപ്പോൾ 2:30-3 മണിയാവാറായി. ഞാൻ ടൗണിൽ നിന്ന് ഫുഡ് കഴിക്കാൻ നിന്നില്ല. ഇനിയിപ്പം വീട്ടിലെത്തിയിട്ട് ഉമ്മയുടെ ഫുഡ് കഴിക്കുക. ഇനിയിപ്പം കുറേ ദിവസം കഴിയണ്ടേ തിരിച്ചു വരാൻ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ വൈകിട്ട് പോവും. ഇപ്പോൾ വീട്ടിലേക്ക് ഏകദേശം എത്താറായിട്ടുണ്ട്. ഒരു 2 കിലോമീറ്റർ കൂടെ ഉള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ ശരി, നമുക്ക് പെട്ടിയൊക്കെ പാക്ക് ചെയ്യട്ടെ. ഫുള്ള് വലിച്ചു വാരിയിട്ടതാണ്, അതിനൊക്കെ ഒരു പെട്ടിയിലേക്ക് ആക്കണം. അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ, എയർപോർട്ടിലേക്ക് പോകുമ്പോൾ കാണാം. അപ്പോൾ ഇന്ന് നേരെ പോയിട്ട് പാക്ക് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു, ടാബ്ലറ്റ് വാങ്ങിച്ചു, കുറേ. എനിക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഡെയിലി ടാബ്ലറ്റ് കഴിക്കണം. ആ ടാബ്ലറ്റൊക്കെ വാങ്ങിച്ചു, എല്ലാം വാങ്ങിച്ചു. ഒരുവിധം സാധനങ്ങളൊക്കെ ആയി. അവർക്കുള്ള പാത്രവും പിന്നെ അവർക്ക് ചായപ്പൊടി വേണമെന്ന് പറഞ്ഞു. അത് ഇനിയിപ്പോൾ കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. ഇനി പാക്കിംഗ് ആണ്. പാക്കിംഗ് കഴിഞ്ഞിട്ട് രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങും. ഖത്തർ എയർവേസിനാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ടിക്കറ്റ് രാത്രി പുലർച്ചെ 3:30 അപ്പോൾ 12-12:30 ആകുമ്പോഴേക്ക് കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് എത്തണം. നല്ല വിശപ്പുണ്ട്, പോയി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് റിസ്ക് എടുത്ത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറൊക്കെ ചെയ്യണേ.
അപ്പോൾ ഇനി മുതൽ അടിപൊളി കാഴ്ചകളൊക്കെ വീണ്ടും കണ്ടു തുടങ്ങാം. എൻ്റെ വീടെത്തി. ഇതാണ് എൻ്റെ വീട്. പാക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. കുറേ സാധനമുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇത്ര സാധനങ്ങളില്ലായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. എനിക്ക് 25 കിലോയെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നോക്കട്ടെ, ഒന്ന് പാക്ക് ചെയ്ത് നോക്കിയിട്ട് തൂക്കി നോക്കട്ടെ, അപ്പോഴേ അറിയുള്ളൂ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇതാ അവർക്ക് സാരി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 സാരി. ഇതെൻ്റെ ട്രൈപ്പോഡ്. ഇത് ഫ്ലാഗ്, ഇന്ത്യൻ്റെ ഫ്ലാഗ് ഒന്നും കൂടി ഉണ്ട്. ഇത് സൈക്കിളിന്മേൽ വെക്കുന്നത്. ഇത് ചെയറ്, ഇത് വൈപ്സ്, ഇത് മൊബൈൽ ക്യാമറൻ്റെ സ്റ്റാൻഡ്, ഇത് ട്രിമ്മർ, പവർ ബാങ്ക്, ഇത് അവർക്കുള്ള ബേക്കറി. ഇതാണ് ഞാൻ പറഞ്ഞ പാത്രം. ഈ പാത്രം 4 എണ്ണം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ടയർ, എക്സ്ട്രാ ടയർ. പിന്നെ ഇതിൽ കുറച്ച് എൻ്റെ എന്താ പറയുക സാധന സാമഗ്രികളാണ്. പിന്നെ ഇതിൻ്റെ ട്രാക്ക് സൂട്ട്. ഇത് തെർമലാണ്, തണുപ്പുണ്ടാവും, തണുപ്പത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള തെർമൽ. പിന്നെ ഇത് ടീഷർട്ട്. ആക്ച്വലി ഇത്ര ടീഷർട്ട് ആവശ്യമുണ്ടോ നോക്കിയിട്ട് എടുക്കുള്ളൂ ഇത്ര. ഇത് ഇന്നേഴ്സ്. ഇത് ഫ്ലാഗ്. പിന്നെ ഇത് മ്യൂസ്ലിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഇട്ട് വെച്ചിട്ട് മൂടി വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം, പാലിലിട്ടിട്ട്. ഇതാണ് നമ്മുടെ ആയുധം, കല്ല് വെച്ചിട്ടടിക്കുന്ന ക്യാപ്റ്റ്യൂൾ. ഇതാണ് നമ്മുടെ ആയുധം. അതേപോലെ ഇത് ഞാൻ മുമ്പ് എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം. ഇത് നായനെ ഓടിക്കുന്ന ഒരു സാധനമാണ്. ഇത് പ്രസ് ചെയ്താൽ അടുത്ത നായ്ക്കളുണ്ടെങ്കിൽ അവർ മെല്ലെ ഓടി കഴിച്ചലാവും. അവർക്ക് ഈ സൗണ്ട് ഇഷ്ടപ്പെടില്ല, നമുക്ക് ഈ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ അത്. പിന്നെ ഇതിലൊക്കെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എൻ്റെ കൂളിംഗ് ഗ്ലാസ്, ഇത് അരയിൽ കെട്ടുന്ന ബാഗ്, ഇത് റെയിൻകോട്ട്, പിന്നെ ഇത് പെപ്പർ സ്പ്രേ, ഇത് മൊബൈൽ ഇടുന്ന പൗച്ച്, പിന്നെ കുറച്ച് സോക്സും ഇതും, കുറച്ച് ബഡ്സ്, ഒരു എക്സ്ട്രാ ബാഗ്, ഇത് ചെസ്റ്റിൽ കെട്ടുന്ന ബെൽറ്റ്, ഇത് സ്ലീപ്പിംഗ് മാറ്റ്. ഇപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അതൊക്കെ ഈ പെട്ടിയിൽ കൊള്ളിക്കണം. ഒരു എക്സ്ട്രാ ഒരു ബാഗും കൂടി ഉണ്ടാവും. കാരണം പവർ ബാങ്ക് ഐറ്റംസ് ഒന്നും ഇങ്ങനെ ലഗേജിൽ ഇടാൻ പറ്റില്ല, അത് കയ്യിലേ വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എന്തായാലും ഒരു എക്സ്ട്രാ ബാഗ് വേണ്ടി വരും. ഈ പെട്ടിയൊക്കെ അവിടെ കൊടുക്കാനുള്ളതാണ്. ഇതും കൊണ്ട് ഇനി നടക്കാൻ കഴിയില്ല. ഇത് അവിടുന്ന് കൊണ്ടുവന്നാണ്, ഇനി തിരിച്ചവിടെ കൊടുത്തേക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാനിതാ ഇറങ്ങാൻ പോവാണ്. ഇവിടെ മൂത്താപ്പന്മാരും പിന്നെ കസിൻസൊക്കെ വന്നിട്ടുണ്ട് യാത്ര അയക്കാൻ. ഞാൻ കാറുമായിട്ടൊക്കെ പോകും, എൻ്റെ ഫ്രണ്ട് തിരിച്ച് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇറങ്ങിയാലോ. സാധനം വണ്ടി കയറ്റിയിട്ട് നമുക്ക് പോവാം. ഇതാണ് എൻ്റെ വീട്. രാത്രി നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ വിശദമായിട്ട് പോയി വന്നിട്ട് വിശദമായിട്ട് വീടൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. ദിസ് ഈസ് മൈ ഹൗസ്. ഇവിടെ ഒരാൾ ഇന്നെ യാത്ര അയക്കാൻ വന്നിട്ടുണ്ട്. എൻ്റെ പേരെന്താ പറഞ്ഞ? ഉറക്കെ പറ. എവിടെ പോയത്? കുറേ നേരമായാലും തന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് കണ്ടില്ല. ഉറങ്ങിയല്ലോ. വീട്ടിൽ പോയതാ? ഈ വരുന്നോ?
ഇല്ല, ഞാൻ കൂടി പോയിട്ട് അവിടെ നടന്നു. നല്ല തലവേദന ഉണ്ട്. ഇപ്പൊ സമയം രാത്രി 12 മണിയായിട്ടുണ്ട്. ഞാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. ഷാനവാസ് ഉണ്ട്, പിന്നെ ധനേഷ് ഭായ് ഉണ്ട്. അവരാണ് എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിരുന്നത്. അപ്പം തലവേദന കാരണം ഞാനിപ്പം മെഡിക്കൽ ഷോപ്പ് കയറിയിട്ട് ടാബ്ലറ്റ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വെള്ളം വാങ്ങിക്കണം, ഒരു നല്ലൊരു കട്ടൻ ചായ കുടിക്കണം. അതിനുവേണ്ടി നിർത്തിയതാണ്. എയർപോർട്ട് എത്താറായിട്ടുണ്ട്. അതിന് മുമ്പേ ഉള്ള ചെറിയൊരു ചായപ്പീടിയാണ്. ഇതാണ് ഷാനവാസ് ഭായ്, പുള്ളി അഡ്വക്കേറ്റാണ്. മറ്റേത് ധനേഷ് ഭായ്, നമ്മുടെ റോട്ടറി ക്ലബിൻ്റെ നമ്മുടെ ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. എന്താണ് കട്ടനല്ലേ? നല്ല കടുപ്പത്തിലൊന്നും കേട്ടോ. ആ, നാരങ്ങ ഒഴിച്ചോളി. ഓയിൽ ഐറ്റംസ് ഒക്കെ ഓയിലാ. ഈ പത്തിരി തന്നെ, പത്തിരി നല്ലതാണോ? ഓയിൽ ഐറ്റംസാ. ഇത് ലെമൺ ടീയാ? ആ, ലെമണൊന്നും. ഒരു ഓംലെറ്റ് ഒക്കെ അടിച്ച് ഇതാ ഇറങ്ങണം. ഇതാണ് കോഴിക്കോട് എയർപോർട്ട്, കരിപ്പൂർ എയർപോർട്ട്. തിരക്ക് കുറവാണ്, അധികം ആളുകളൊന്നുമില്ല. ഇപ്പോൾ ഫ്ലൈറ്റൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ ഷാനവാസ്, നിങ്ങളെ ഉറക്ക് വെറുതെ ഇതാക്കുന്നില്ല. എന്തായാലും വേഗം കിട്ടോളൂ. താങ്ക്സ് അലോട്ട്. തീർച്ചയായിട്ടും. എന്തായാലും ഞാൻ വിളിക്കാം, ഞാൻ മെസ്സേജ് അയക്കാം കാര്യം. ഓക്കെ, അല്ല അത് കുഴപ്പമില്ല, ഞാൻ പോയിക്കോളും. ഓക്കെ ഓക്കെ, നാളെ ഓക്കെ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. അപ്പോൾ ട്രോളിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മളിതാ എയർപോർട്ടിലേക്ക് കയറാൻ പോവാണ്. ചെക്ക് ഇൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് 3 ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. കാലിക്കറ്റ് ടു ദോഹ, ദോഹ ടു വിയന്ന, വിയന്ന ടു ഹാംബർഗ്. അപ്പം ലഗേജൊക്കെ കൊടുത്തു. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. ഇനിയും 3 മണിക്കൂർ കാത്തിക്കണം. അങ്ങനെ ചെക്ക് ഇൻ കഴിഞ്ഞു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞാനിപ്പോൾ ഇതാ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്പുണ്ട്. DC ബുക്സ്, ക്രാഫ്റ്റ് ഹൗസ്, നമസ്തേ കാലിക്കറ്റ്. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം അപ്പോളോൻ്റെ ഫാർമസി ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ടാബ്ലറ്റൊക്കെ വാങ്ങിക്കണമെങ്കിൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഫാർമസി ഉണ്ട്. ഞാൻ വരുന്ന വഴിക്ക് ഒരു ഫാർമസി നോക്കിയിട്ട് ടാബ്ലറ്റൊക്കെ വാങ്ങിച്ചാൽ വന്നത്. ഇതിൻ്റെ ഉള്ളിലുള്ളത് ഒരു ഡൗട്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഫാർമസിയിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. MRP പ്രൈസ് തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്, കൂടുതൽ പ്രൈസൊന്നുമില്ല. പിന്നെ ഇവിടെ ഡ്യൂട്ടി ഫ്രീ ഉണ്ട്. പൊപ്പൻഗോ. കോഴിക്കോട് എയർപോർട്ട് പണ്ടത്തെ എയർപോർട്ടൊന്നും അല്ല കേട്ടോ, കുറേ മാറ്റങ്ങളൊക്കെ വന്നു. ഇവിടുത്തെ ബാത്റൂം കാര്യങ്ങളൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ആദ്യമൊക്കെ അബദ്ധമായിരുന്നു. ഇവിടുന്ന് അറൈവൽ ഏരിയയിൽ അബദ്ധമായിരുന്നു, ഇപ്പം നന്നാക്കണമെന്ന് അറിയില്ല. ഈ ഏരിയയിൽ നല്ല അടിപൊളി ബാത്റൂമൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് അപ്പോളോ ഫാർമസിയിലാണ്. നമുക്കൊന്ന് കയറി നോക്കാം ഇവിടുത്തെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്. സാധാരണ എയർപോർട്ടിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഡബിൾ പ്രൈസ് കൊടുക്കണം. ഇവിടെ എന്താണെന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കാം. ഹായ്, എന്താ പേരെന്താ? എവിടെ സ്ഥലം? നിലമ്പൂർ. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാർമസി എയർപോർട്ടിൻ്റെ ഉള്ളിൽ കാണുന്നത്. അപ്പം എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, അതൊന്നും ചോദിക്കാമല്ലോ അല്ലേ? ഇവിടുത്തെ എല്ലാ മെഡിസിൻസും അവൈലബിളാണ്? നമുക്ക് എയർപോർട്ടിന്റെ ചെറുതായിട്ടുള്ള ഒരു ലിമിറ്റേഷൻ വരുന്നുണ്ട്, എന്നാലും എല്ലാ മെഡിസിനും ഉണ്ട്. പിന്നെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമുണ്ടോ അതോ? രണ്ടും ഉണ്ട്. ഓക്കെ. പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? പ്രൈസ് നോർമൽ പ്രൈസ് വരുന്നത്, പുറത്തത്തെ സെയിം പ്രൈസ് തന്നെ വരുന്നത്. നമ്മൾ എയർപോർട്ട് റേറ്റ് ആയിട്ട് എടുക്കുന്നൊന്നുമില്ല. അപ്പോളോ ഗ്രൂപ്പിന്റെ തന്നെയാണ്, അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ ഫാർമസി ആയിട്ട് വരുന്നത്.
അപ്പോൾ അതിൻ്റെതായ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്ക് ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും, കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കാണുന്നത്. എന്തായാലും നല്ലൊരു കാര്യമാണ്. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് കുറേ മെഡിസിനൊക്കെ വാങ്ങി വരികയാണ്. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പുറത്തത്തെ അതേ പ്രൈസിൽ തന്നെ കിട്ടും അല്ലേ? പുറത്തത്തെ MRP. ഏത് പ്രൊഡക്റ്റ് എടുത്താലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഏതെടുത്താലും. പക്ഷേ ഈ ലിക്വിഡ് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയും. 100 ml താഴെയുള്ളത് കൊണ്ടുപോകും. കരയാ പലപ്പോഴും ഇതിൻ്റെ അത്രയൊക്കെ എടുത്ത് ഒഴിവാക്കല്ലോ, ചെറിയ 6 ml 10 ml ഒക്കെ ഉള്ള ചില സാധനങ്ങൾക്ക് പുറത്തേക്ക് കരുതുന്നുണ്ട്. ഓക്കെ. ഇത് 100 ml താഴത്തുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാം. അങ്ങനത്തെ ഐറ്റംസ് ഉള്ളൂ കൊണ്ടുപോകണം. ഇത് ക്യാരി ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മാത്രം. അപ്പോൾ നിങ്ങൾ GCC കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ ചുമ്മാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചുമ്മാ ഒരു സിം കിട്ടും. അതിൽ കോൾ ചെയ്യാനും ഓപ്ഷൻ ഉണ്ടാവും, ഡാറ്റ ഉണ്ടാവും, 5 GB ഡാറ്റ ഉണ്ടാവും ഒരു മാസത്തേക്ക്. അപ്പോൾ എല്ലാവരും ഇത് മാക്സിമം യൂസ് ചെയ്തോ. എന്നോട് സിം വേണമെന്ന് ചോദിച്ചു. ഞാൻ 3.5 മണിക്കൂർ ഖത്തറിലുണ്ടാവും. അപ്പം സിം വേണമെന്ന് വെച്ചു. പക്ഷേ 3.5 മണിക്കൂറിനേക്ക് ഒരു സിമ്മിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഫ്രീ ആയിട്ട് കിട്ടും. പോകുന്നവരൊക്കെ യൂസ് ചെയ്തോളൂ. ഇപ്പോൾ ഇവരുടെ ഓഫർ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കൂ. കാരണം ഒരുപാട് മലയാളികൾ GCC കൺട്രീസിലേക്ക് പോകുന്നതാണ്. ഈ പറഞ്ഞ ഖത്തറിലേക്കും ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കൊക്കെ ഒരുപാട് ആളുകൾ പോകുന്നതാണ്. മറക്കാതെ വാങ്ങിച്ചോളൂ കേട്ടോ. ഇപ്പോൾ ഇതാ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ്. ഞാൻ ലാസ്റ്റ് കയറാൻ വിചാരിച്ചതാണ്, എന്നിട്ടും ക്യൂവിൽ പെട്ട്. എനിക്കിങ്ങനെ ക്യൂവിൽ നിന്നിട്ട് ഫ്ലൈറ്റിലേക്ക് കയറുന്നത് ഇഷ്ടമല്ല. ഞാൻ എല്ലാവരും കയറി കഴിഞ്ഞിട്ട് കയറാൻ വിചാരിച്ചതാണ്. അവസാനം വീണ്ടും പെട്ടു. Okay, bye-bye. See you. നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. അല്ല, അവിടെ ബസ് കയറിയിട്ടാണ് പോകുന്നത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഈ ബസ് ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള ബസ്സാണ്. ഇതിലധികം ആരും ഉണ്ടാവില്ല. നോർമലി എക്കണോമിക് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്നവരുടെ ബസ് എന്ന് പറഞ്ഞാൽ ഫുള്ളായിരിക്കും, കുത്തി നിറച്ചിട്ടായിരിക്കും വരിക. ഇതിലാകെ കുറഞ്ഞ സീറ്റേ ഉള്ളൂ. ഫസ്റ്റിൽ തന്നെ അങ്ങ് എടുക്കുകയും ചെയ്യും. ആ ബിസിനസ് ക്ലാസ്സിൽ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. അവർ കയറി കഴിഞ്ഞാൽ വണ്ടി എടുത്ത് അങ്ങ് പോകും. എന്തായാലും എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായിട്ടാണ്. ഖത്തർ എയർവേസ് അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്. നല്ല അടിപൊളി ഹോസ്പിറ്റാലിറ്റിയാണ്, നല്ല കംഫർട്ടാണ്. ആക്ച്വലി എൻ്റെ സീറ്റ് എന്ന് പറയുന്നത് 14F ആയിരുന്നു. 14F എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാക്കിലേക്ക് എമർജൻസി വിൻഡോൻ്റെ അടുത്തുള്ള സീറ്റായിരുന്നു. അപ്പോൾ ആ സീറ്റ് റിക്ലൈൻ ചെയ്യാൻ പറ്റില്ല. ഞാനാണെങ്കിൽ നല്ല ടയേർഡുമാണ്, എനിക്ക് തലവേദനയായിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പോൾ റിക്ലൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ക്യാബിൻ ക്രൂസിനോട് പറഞ്ഞു, എനിക്ക് ഈ സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല, ഞാൻ ആകെ ടയേർഡാണ്, ഞാൻ ലോങ് ജേർണി ചെയ്യാണ്, അതുകൊണ്ട് എനിക്ക് സീറ്റ് മാറ്റി തന്നേ പറ്റുള്ളൂ. അങ്ങനെ അവർ ചെക്ക് ചെയ്ത് നോക്കി. അവർ നോക്കിയപ്പം എക്കണോമിക് ക്ലാസ്സിൽ ഒരു സീറ്റ് ഒഴിവില്ല, എല്ലാം ഫുള്ളാണ്. ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് ബിസിനസ് ക്ലാസ് ആണ്. അങ്ങനെ അവരുടെ CS ഉണ്ട്, ഹെഡ്, ക്യാബിൻ ക്രൂസിൻ്റെ ഹെഡ് ഉണ്ട്. പുള്ളിക്കാരി വന്നു, എന്നോട് ചോദിച്ചു എന്താ പ്രശ്നം. ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യ, എനിക്ക് കംഫർട്ടബിളായിട്ട് റെസ്റ്റ് എടുക്കണം, ലോങ് ജേർണിയാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ബിസിനസ് ക്ലാസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് തന്നു. എന്നോട് പറഞ്ഞു വാ എന്ന് പറഞ്ഞു. എന്നെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ബിസിനസ് ക്ലാസ്സിലെ ഫ്രണ്ടിലെ സീറ്റ് അങ്ങോട്ട് കാണിച്ചു തന്നു. അവിടെ ഇരുന്നോളാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട്, എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ബിസിനസ് ക്ലാസ്സിൽ ഇന്ന് യാത്ര ചെയ്തു.
അടിപൊളിയായിരുന്നു. ഇനി എങ്ങോട്ടാന്നുള്ളത് എനിക്കറിയില്ല, നോക്കാം. ഇനി അടുത്ത വീഡിയോ എൻ്റെ ഗേറ്റ് നമ്പർ C57 ആണ്. അതുപോലെ ABC എന്ന് പറഞ്ഞിട്ട് കുറേ ഗേറ്റ് ഉണ്ട്. സിയിൽ തന്നെ 90-100 ഗേറ്റ്സ് ഉണ്ട്. ഇത് കണ്ടോ, ഇതൊക്കെ ഓരോ ഗേറ്റ്സ് ആണ്. ഈ മുകളിലൂടെ പോകുന്നത് മെട്രോ ആണ്. ഇപ്പോൾ ഒരു മെട്രോ ഇപ്പോൾ അതിലൂടെ അങ്ങനെ പാസ് ചെയ്തു. എയർപോർട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനൊരു മെട്രോ ഞാൻ ആദ്യമായിട്ട് കാണാം. എയർപോർട്ട് ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പം ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ബസ്സിൽ ഏകദേശം ഒരു 10-20 മിനിറ്റ് ബസ്സിൽ യാത്ര ചെയ്തിട്ടാണ് ഞാൻ ഈ ഇവിടെ എത്തിയത്. അപ്പം അത്രയും വലിയ റൺവേയും ഒരുപാട് വലുപ്പമുണ്ട്. C14, C65, അപ്പോൾ 57 ഇവിടെ എവിടെയോ ആണ്. ഇവിടെ ഒരു ഓർക്കിഡ് ഗാർഡൻ ഉണ്ട്, നമുക്കൊന്ന് പോയി നോക്കാം. എയർപോർട്ടിൻ്റെ ഉള്ളിലൊരു ഫോറസ്റ്റ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞാണ് പോയിട്ട് കാണണമെന്ന്. ഏതായാലും നമുക്കൊന്ന് പോയി നോക്കാം. എനിക്ക് പോകേണ്ട റൂട്ടിലാണ്, നമുക്കൊന്ന് പോയി നോക്കാം. ഈ വണ്ടി കയറണോ? ഖത്തർ എയർപോർട്ട്. ഞാൻ ഇതുവരെ ഖത്തർ എയർപോർട്ടിൽ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഖത്തർ എയർപോർട്ടിൽ വരുന്നത്. നമുക്കൊന്ന് ആ ഒരു ഫോറസ്റ്റ് പോയി നോക്കാം. എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി വെച്ച ഫോറസ്റ്റ്, ഓർക്കിഡ് ഗാർഡൻ. യെസ്, ഫൈനലി ഞാൻ എത്തിയിട്ടുണ്ട്. എത്ര നേരമായി നടക്കാൻ തുടങ്ങിയിട്ട്, ഇങ്ങോട്ട് എത്തണ്ടേ. ഇതാണ് ഓർക്കാഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഫോറസ്റ്റിൻ്റെ കാര്യം. ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയൊരു ഫോറസ്റ്റാണ്. ശരിക്കും പറഞ്ഞ ഒരു കാട് പോലെ ആക്കി വെച്ചിട്ടുണ്ട്, കുറേ മരങ്ങളും. യെസ്, ഇതാണ് സ്ഥലം. ഇതൊക്കെ ഒറിജിനലാട്ടോ. സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഫുൾ ഗ്ലാസിൻ്റെ റൂഫാണ്. എന്തായാലും സംഭവം കൊള്ളാം. നല്ലൊരു സംഭവമുണ്ട്, ഒരു വാട്ടർഫാൾ പോലത്തെ സംഭവം. സിംഗപ്പൂരിലെ എനിക്ക് പെട്ടെന്ന് അത് കണ്ടിട്ട് അതാണ് ഓർമ്മ വന്നത്. ഹായ്, അങ്ങനെ 6 മണിക്കൂർ ഫ്ലൈറ്റ് ജേണി കഴിഞ്ഞിട്ട് ഞാനിപ്പം ഓസ്ട്രേലിയ എത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയ വിയന്നയിലാണുള്ളത്. ഇനി ഇവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് ഒരു ഏകദേശം 6-6.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. രാത്രി 8 മണിക്കാണ്. ഇപ്പോൾ സമയം 2:30 മണിയായിട്ടുള്ളൂ. ഇനി 8:30ക്കാണ്. അപ്പോൾ കുറേ സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണം. പിന്നെ ഖത്തർ എയർവേസിൻ്റെ ഇപ്പോഴത്തെ ഫ്ലൈറ്റിലെ ഫുഡ് ഒരു യൂറോപ്യൻ ടച്ച് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ ആ ടേസ്റ്റ് എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഇനിയിപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെന്നെങ്കിലും ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലം കിട്ടുമോ നോക്കട്ടെ. ഇനി 6-7 മണിക്കൂറുണ്ട്. എൻ്റെ ഗേറ്റ് ആണ്. എഫിൽ ഏതായിരുന്നു? ആറ് മണിക്കൂർ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. ഇവിടുത്തെ വൈഫൈ ആണെങ്കിൽ കിട്ടി ഡിസ്കണക്റ്റായി കളിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഡിസ്കണക്റ്റ് ആവുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഞാൻ ഇന്നലെ പർച്ചേസ് ചെയ്ത സിം ഓസ്ട്രേലിയയിൽ കിട്ടുമോയെന്ന് അറിയില്ല, നോക്കട്ടെ, ചെക്ക് ചെയ്ത് നോക്കട്ടെ. അത് കിട്ടിയ അടിപൊളിയായിരുന്നു. അത് പിന്നെ അൺലിമിറ്റഡ് ഡാറ്റ ഉള്ള സിമ്മായിരുന്നു. എന്തായാലും ചെക്ക് ചെയ്ത് നോക്കട്ടെ. എന്താ ഇപ്പോൾ കഴിക്കുക? ഇനി 6-7 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യണം. നല്ല വിശപ്പുണ്ട്, ഒരു രക്ഷയില്ലാത്ത വിശപ്പാണ്. ഫ്ലൈറ്റിലെ ഫുഡ് എനിക്ക് അത്ര പിടിച്ചില്ല. ഞാനിവിടെ കുറേ കൗണ്ടറുണ്ട്, അവിടെയൊക്കെ നോക്കിയപ്പം
ബർഗറും ഇതൊക്കെ കാണുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാകാത്തതുകൊണ്ട് തൽക്കാലം ഇത് വാങ്ങിച്ചു. ഇത് ഞൊറിച്ചിരിക്കട്ടെ. ഇനിയിപ്പോൾ രാത്രിയാ ഫ്ലൈറ്റ്. അതുവരെ ഇവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങട്ടെ. ആരുമില്ല ഈ ഏരിയയിൽ. ഓക്കെ, ഇനി കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ട്. ഒക്കെ ചെയ്തിട്ട് കുറച്ച് കിടന്ന് ഉറങ്ങിയിട്ട് പോവാം. രാത്രിയാവും ഇപ്പോൾ ഹാംബർഗിലെത്തുമ്പോൾ. അങ്ങനെ ഹാംബർഗിലേക്കുള്ള ഫ്ലൈറ്റ് കയറാൻ പോവാണ്. ഓസ്ട്രിയൻ എയർലൈൻസ്. നല്ല തണുപ്പാണ്. ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടില്ല, ജാക്കറ്റിൻ്റെ ഇതിലായിപ്പോയി. ഇതാണ് ഫ്ലൈറ്റ്. ചെറുതുമല്ല വലുതുമല്ല, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഫ്ലൈറ്റ്. നല്ല ഇവിടെ ഒരുപാട് ഫോട്ടോ എടുത്ത് കളിച്ചോട്ടെ. ഞാൻ മെല്ലെ കയറട്ടെ. നല്ല തണുപ്പാ. എൻ്റെ ബാഗ് അതാ വരുന്ന. ഓ, നല്ല ടയേർഡാണ്, നല്ല തണുപ്പുണ്ട്. ആ ബാഗ് തുറന്നിട്ട് പിന്നെ ജാക്കറ്റ് എടുത്തിടണോ? ജാക്കറ്റില്ല, തെർമൽ എടുത്തിടണം. നല്ല തണുപ്പുണ്ട്. ഞാൻ കയ്യറയൊക്കെ ഇട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ തണുത്തിട്ട് ഒരു രക്ഷയില്ല. അതാ ഇങ്ങനെ എയർപോർട്ടിൽ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. എയർപോർട്ടിൽ ലഗേജൊക്കെ കിട്ടി. ആളിതാ ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. നല്ല തണുപ്പാണ്. എന്നോട് ചോദിക്കാറ് ജാക്കറ്റ് എവിടെയായിരുന്നു. ഞാൻ പറഞ്ഞു ജാക്കറ്റ് ഞാൻ കൊണ്ടുവന്നില്ല, തെർമൽസ് ഉണ്ട്. നല്ല തണുപ്പാണ്. അതാ മെട്രോ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് മെട്രോ. ഇത് കയറിയിട്ട് മെട്രോ സ്റ്റേഷനിൽ പോയി അവിടുന്ന് ബസ് കയറി വേണം പോകാൻ. ഇറ്റ്സ് ടു ലോങ്. ഇത് ആളെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നു. ആളുടെ പേര് അനിറ്റ കാൽവൈറ്റ് എന്നാണ്. മലേഷ്യൻ, ബട്ട് ഇവിടെ 30-35 വർഷമായിട്ട് ഇവിടെയാണ്. ജർമ്മനിയിലാണ്. നമ്മുടെ ഫോളോവറാണ്, നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ വീട്ടിലാണ് ഞാൻ സൈക്കിൾ വെച്ചത്. എൻ്റെ ടിക്കറ്റ് ഇതാ. ഞാൻ ചോദിച്ച് ടിക്കറ്റ് എടുക്കുന്നൊന്നും കണ്ടില്ല. ട്രെയിനിൽ കയറി ഇരിക്കുകയും ചെയ്തു. അപ്പം പറഞ്ഞു ആൾ ഇതിനെ പിടിച്ച് കൊണ്ടുപോട്ടെ. 3.8 euro. Hamburg airport to Hamburg airport to where? Anyway, but Anyway. one way. One way only. Hamburg, to Harburg. Harburg, okay. ഇവിടുത്തെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 4 കാണിക്കുന്നത്. കൂടാതെ മഴയുണ്ട്. മഴ പെയ്തുകൊണ്ട് നല്ല സുഖമുണ്ട്. ഞാൻ ടാക്സിക്കാണ് പോകുന്നത്. ട്രെയിനിന് വന്നു. ഹാർബർഗ്. ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ട് വേണം പോകാൻ. From India. Okay. Kom water nach weiter. Yeah. Fahrrad fahren nach Deutschland bis London. Mit Fahrrad? Ja, mit Fahrrad. Kommt from India auch mit Fahrrad. Der Fahrrad ist bei mir zu Hause in der Keller. Kommt hier heute, weil wollte das Fahrrad abholen. Meine Jacke da lassen, ne? Meine Jacke. Ah ja, natürlich. Which car is this? There is no name. No. Here, but no. Yes. Nice taxi. Which house? I forgot. Or that one. He don't believe that. Yeah. Don't believe that. നമ്മളിവിടെയാണ്. ഇങ്ങനെ
റൂമിലെത്തി. ഓ, ഇതാണ് എൻ്റെ റൂം. അല്ലോ, ഇതൊരു ഫുള്ള് കുഷ്യനാണല്ലോ. മെനി കുഷ്യൻസ്. ഓ, your pot. It's my pot. Oh, nice. 3, Danke. 4. Dankeschön. Danke. സാരി, 3 സാരി. ഇത് ഉടുക്കുമെന്നൊന്നും അറിയില്ല, വേണമെന്ന് പറഞ്ഞ് കൊണ്ടുകൊടുത്ത. Ah, very nice. This also. Mm-hmm. What else? ചായപ്പൊടി വേണം, മസാല ടീ. This is also for you. Yeah. You see, the sari is very beautiful. And then 1 packet of tea. That's all. No curry powder, no curry leaf. മുറുക്കു. Maruku. 4 years ago. In smoking. ലഡു. My God. Hey, wait. Danke. നിന്റെ സാധനങ്ങൾ കുറവാ. Again മുറുക്കു. ചിപ്സ്. ഇതാണ് ഇവിടുത്തെ സിറ്റ് റൂം. ഞാൻ താമസിക്കുന്നത് കയറി വരുന്നിടത്തൊരു ചെറിയ റൂമുണ്ട്, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇത് സ്റ്റോർ റൂമാണ്. ഇത് ബാത്റൂം. ഇത് ഇവരുടെ റൂം. ഇത് കിച്ചൺ. ചിക്കൻ കറി സ്മെൽ കമ്മിങ്. Malaysia style, ne? മലേഷ്യൻ സ്റ്റൈലാ? German style. നോ സ്പൈസി? Huh? നോ സ്പൈസി? Malaysian people eat spicy also. നല്ല ചിക്കൻ കറി, ചൂടുള്ള ചിക്കൻ കറി ചോറ് തണുപ്പത്ത് പുലർച്ചെ എത്ര മണിയായി? 1 മണി 2 മണി അങ്ങനെ ആയിട്ടുണ്ട്. So? I need salt. ഇടണം. കറിയൊക്കെ ടേസ്റ്റ് ഉണ്ട്. കറി ഈസ് ടേസ്റ്റി ബട്ട് നോ സോൾട്ട്.